ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐക്കോളോ ടെക്. ഇപ്പോൾ ഞാനുള്ളത് തൃശ്ശൂർ ആകാശപാതയിലാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുരിയേച്ചിറ അമ്പ് പെരുന്നാളാണ്. ഇപ്പോൾ ഞാൻ തൃശ്ശൂർ ആകാശപാതയിലാണ്. ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് അമ്പ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഭയങ്കര കൊട്ടാണ്. ജാനുവരിയിലാണ് സംഭവം നടക്കുന്നത്. കുറേ കൊട്ടുണ്ട്. കുറേ കൊട്ടിനുള്ള ആൾക്കാർ വന്നിട്ട് കൊട്ടി ചെയ്യുന്നത്. ഇവിടെ സൈഡിൽ ഞാൻ എൻ്റെ ഫാമിലിയും കൂടി കൊട്ടാസ്വദിക്കുകയാണ്. ഈ കൊട്ട് കുറച്ച് ഫ്രണ്ടിലായിട്ടാണ് ഉള്ളത്. അതിൻ്റെ ബാക്കിലായിട്ട് അവിടെ അമ്പ് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുമ്പോൾ കുടകളൊക്കെ ഉണ്ട് അവിടെ ബാക്കിലായിട്ട്. ഇപ്പോൾ ഈ കൊട്ട് സൈഡിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമ്പ് കൊണ്ടുവരുന്നതിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ടായിരിക്കും കൊട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീട് വരെ വേറൊരു ചേച്ചിയാണ് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലേക്ക് ഞാനാണ് അമ്പ് കൊണ്ടുവന്നത്. തൃശ്ശൂരിൽ തന്നെ മാക്സിമം ഫേമസ് ആയിട്ടുള്ള അമ്പ് പെരുന്നാളാണ് കുരിയച്ചിറ അമ്പ് പെരുന്നാൾ. കുരിയച്ചിറ പള്ളിയിലത്തെ അമ്പ് പെരുന്നാളാണ്. ഇത് ഞങ്ങളുടെ പ്രോഗ്രാം വന്നിട്ട് നടക്കുന്നത് 3 ദിവസമായിട്ടാണ്. അതായത് ശനി, ഞായർ, തിങ്കൾ എന്നായിട്ടാണ്. ശനിയും ഞായറിലുമാണ് ഈ അമ്പ് ഒക്കെ പ്രദർശനം അങ്ങനെയൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നത്. തിങ്കളാഴ്ച പള്ളിയിൽ പ്രോഗ്രാം ഉണ്ടാവും. ഞങ്ങളുടെ വീട്ടിലേക്ക് അമ്പ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് അമ്പ് കൊണ്ടുവരുന്നത് വേറൊരു ചേച്ചിയാണ്. ഇവിടുന്ന് ഞങ്ങൾ കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അമ്പ് വീട്ടിൽ കൊണ്ടുവന്നു. അമ്പ് കൊണ്ടുവരുമ്പോൾ ആദ്യം ഒരു കുറച്ച് പ്രാർത്ഥന ഉണ്ടാവും. ആ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അമ്പ് ഓർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് സെബസ്ത്യാനോസ് പുണ്യാളൻ ക്രിസ്തുവിനെ ആരാധിക്കുന്ന കണ്ടൊരു ചക്രവർത്തിക്ക് ഇഷ്ടപ്പെടാതെ ആ ചക്രവർത്തി അദ്ദേഹത്തെ അമ്പ് യൂസ് ചെയ്തിട്ട് അമ്പ് ചെയ്ത് കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് നമ്മൾ ഈ അമ്പ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അവിടെ നോക്കുകയാണെങ്കിൽ അമ്പ് കൊണ്ടുവന്ന പ്ലേറ്റിലായിട്ട് നേരത്തെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞു. ഇനി നമുക്ക് നേരത്തെ ഇടാനുള്ള സമയമാണ്. നമുക്ക് നേരത്തെ ഇടാം. ഇനിയാണ് അമ്പ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കൊണ്ടുപോകുന്ന സമയമായപ്പോൾ തന്നെ ചെറുതായിട്ടൊക്കെ നേരത്തെ ഇരുത്തി തുടങ്ങി. ഞാനിപ്പോൾ അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ബാക്കിൽ ചേട്ടന്മാർ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല കുടകളുടെ മുകളിലൊക്കെ ലൈറ്റ് ഇട്ട് തുടങ്ങി. അമ്പൊക്കെ കൊണ്ടുവരുന്ന അമ്പ എഴുന്നള്ളി
ഓഫാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീടുകളിലൊക്കെ ഫുള്ള് ലൈറ്റ് എത്തിക്കാണ് അമ്പ് പെരുന്നാളായതുകൊണ്ട് തന്നെ. പിന്നെ സ്ട്രീറ്റുകളിൽ കുറേ ആൾക്കാർ വന്നിട്ട് അമ്പ് പെരുന്നാൾ പ്രമാണിച്ച് കുറേ ലൈറ്റൊക്കെ ഇട്ടിട്ട് പോയി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇപ്പോൾ ഓഫാണ്. ഇപ്പൊ തന്നെ ഈ സ്ട്രീറ്റ് മുഴുവൻ ഒരു ലൈറ്റിന്റെ ഇതായിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന്റെ കുറച്ച് ബാക്കിലായിട്ടുള്ള വീട്ടിലേക്കാണ് ഞാൻ അമ്പ് കൊണ്ടുപോയത്. ഇപ്പോഴും അമ്പ് ഓരോ വീട്ടിലേക്ക് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൊണ്ടുപോകുന്ന വേറെ ആൾക്കാരേ ഉള്ളൂ. ഈ ചേട്ടന്മാരായിട്ട് വന്നിട്ടുള്ള ലൈറ്റ് അല്ലാതെ വീട്ടുകാരും ലൈറ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കൊടിനിടയിൽ തന്നെ കുറെ ആൾക്കാർ പടക്കവും പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മേലപ്പുറം ചിലപ്പോൾ പ്രോഗ്രസ് പോകുന്ന കാണുന്നത്. നല്ല സൂപ്പർ കൊട്ടടപ്പ് നടന്നിരിക്കുന്നത്. രാത്രിയാകുമ്പോഴേക്ക് നിങ്ങളെ കൊട്ടുന്ന ചേട്ടന്മാരുടെ ആവേശം കൊടുത്തോണ്ടിരിക്കുകയാണ് കൊട്ടാനുള്ളത്. ഇനി ഓരോ വീടുകളിലായിട്ടും കൊണ്ടുപോയിട്ട് നേരെ പള്ളിയിലേക്ക് പോകും. അവിടെ കുറച്ചു നേരം കൊട്ടുണ്ടാവും. അതിനുശേഷം രാത്രി ഇവിടെ വെടിക്കെട്ടുണ്ടാവും പള്ളിയിൽ. അപ്പൊ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും കുറെ ആൾക്കാർ ബാക്കിൽ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. വീണ്ടും അമ്മ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ബാക്കിൽ ആ കുട പിടിച്ചു വരുന്ന ആൾക്കാരും പിന്നെ അമ്പ് ബാക്കിൽ വരുന്നുണ്ട്. ആ വരുന്ന ചേട്ടന്റെ കയ്യിലാണ് നമ്മുടെ അമ്പുള്ളത്. ഇതാണ് ഞങ്ങളുടെ അമ്പ്. അമ്പിലായിട്ട് കുറെ നേർച്ചയും പൈസയും പിന്നെ അമ്പും വെച്ചിട്ടുണ്ട്. ഒരു തുണിയൊക്കെ വെച്ച് നല്ല നീറ്റായിട്ടാണ് ഈ അമ്പ് കൊണ്ടുവരുന്നത്.
അമ്പൊന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയതോടെ ബാക്കിൽ കുറേ പടക്കം പൊട്ടി തുടങ്ങി റോഡിൽ വെച്ച് തന്നെ. നേരത്തെ അമ്പ് വരുമ്പോഴൊക്കെ റോഡിന്റെ സൈഡിലായിട്ടായിരുന്നു പടക്കം പൊട്ടിച്ചിരുന്നത്. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ക്രിസ്മസിന്റെ ഡെക്കറേഷൻസ് ഒന്നും ഇതുവരെ അയക്കാത്തതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് ഭംഗിയുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കഴിഞ്ഞപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.